സാധിച്ചു. അതേ സ്ഥാനത്ത് തെൽ അവീവിൽ, ഇസ്രയേലിൽ തെൽ അവീവ് ആസ്ഥാനമായി ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നിട്ട് അതിൽ അറസ്റ്റ് ചെയ്തത് RSSന്റെ ദേശീയ സമിതി അംഗമായ ഇന്ദ്രേഷ് കുമാറിനെയാണ് അതിൽ ആരോപണ വിധേയനാക്കിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ UAPA ഇല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഇത്തരം കരനിയമങ്ങളൊന്നുമില്ല. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, സംജോത എക്സ്പ്രസ്, മലേഗാവ് സ്ഫോടനം, അതേപോലെ ഒരുപാട് മക്കാ മസ്ജിദ് സ്ഫോടനം പോലുള്ള സ്ഫോടനങ്ങളിൽ എത്ര ആളുകളാണ്, എത്ര സന്യാസിനിമാര്, റിട്ടയർഡ് പട്ടാള ഉദ്യോഗസ്ഥർ, ഇവരേക്കാണ് ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നത്. പക്ഷേ ഇവർക്കൊന്നും UAPA ഇല്ല, ഇവർക്ക് ടാഡയില്ല, ഇവർക്ക് ഫോട്ടോയില്ല. ഇവർക്ക് സാധാരണ നിയമപ്രകാരം ആവശ്യമായ ജാമ്യമൊക്കെ അനുവദിച്ചുകൊണ്ടുള്ള നോർമൽ വിചാരണ. പക്ഷേ മനുഷ്യാവകാശത്തിന് വേണ്ടിയും ഇവിടെയുള്ള ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നവനാണെങ്കിൽ അവനെതിരെ മാത്രമേ UAPA പ്രകാരമുള്ള കേസിട്ടിട്ടുള്ളൂ ഇന്ത്യ രാജ്യത്ത്. ഉദാഹരണത്തിന് ഗുജറാത്തിൽ ഏതാണ്ട് പോട്ടാ പ്രകാരം 250 ആളുകളെ പോട്ടാ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ അതിൽ 249 പേരും മുസ്ലിങ്ങളായിരുന്നു എന്ന് ഓർക്കണം. അതിൽ 250-ൽ 249 ആളുകളും ആരാണ്? മുസ്ലിങ്ങളാണ്. ഏത് സ്ഥാനത്ത്? ഇവിടെ ഗോദ്രയിൽ നടന്ന ട്രെയിൻ സംഭവത്തിന് ശേഷം മുസ്ലിങ്ങൾക്കെതിരെ നടന്ന കൂട്ടക്കൊലയിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊല്ലുകയും ഒരുപാട് ആളുകളെ മാനഭംഗപ്പെടുത്തുകയും വീട് ചുട്ടരിക്കുകയും കാട്ടാളത്തം കാണിക്കുകയും ചെയ്ത കാട്ടാളന്മാർക്കെതിരെ ഇത്തരം കരിനിയമങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ ഈ വിവേചനം അവസാനിക്കേണ്ടതുണ്ട്. ആ വിവേചനത്തിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്, ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ നാസർ മഅദനിയുടെ ഇഷ്യൂ. അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കണം. അദ്ദേഹത്തിന് ചികിത്സയെക്കുറിച്ച് നേരത്തെ പരാമർശിക്കപ്പെട്ടു. ചികിത്സ കൊടുക്കണമെന്ന് കോടതി പറയുന്നു. പക്ഷേ കോടതിക്ക് പറഞ്ഞാൽ മതിയല്ലോ, പക്ഷെ കൊടുക്കേണ്ടത് ആരാണ്? ജയിൽ അധികൃതരാണ്. എന്താ ഈ അടുത്തൊരു പത്രത്തിൽ വായിച്ചു, എന്താ ചെയ്തത്? ഇദ്ദേഹത്തെ ആന്റിബയോട്ടിക്, നല്ല പവർഫുൾ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടാണ് എന്തിനു കൊണ്ടുപോകുന്നത്? ഷുഗർ ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോ എന്തായിരിക്കും? നല്ല ഇൻസുലിനൊക്കെ അടിച്ച് നല്ല ഡോസിലുള്ള ഇൻസുലിനൊക്കെ കയറ്റിയിട്ട് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും ഒരാള്? നോർമൽ. പിന്നെ ചികിത്സ ആവശ്യമില്ലല്ലോ. ഈ രീതിയിൽ പീഡിപ്പിക്കുകയാണ് അബ്ദുൽ നാസർ മഅദനിയെ ജയിലിൽ. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ജനകീയ പ്രതിഷേധത്തിൽ, ഈ ജനകീയ പ്രതിരോധത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇതിന്റെ തുടക്കം മുതൽ തന്നെയുണ്ട്. മനുഷ്യാവകാശ ദർശനങ്ങൾക്കെതിരെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും 70% വരുന്ന പിന്നോക്ക വിഭാഗവും ദളിതരും അനുഭവിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, അവരുടെ സകലമാന മേഖലകളിലുമുള്ള ഉയർച്ച ലക്ഷ്യമാക്കിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ 3 വർഷം മുമ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അബ്ദുൽ നാസർ മഅദനിയുടെ ജാമ്യത്തിനും അദ്ദേഹത്തിന് വ്യക്തമായ ഒരു മനുഷ്യാവകാശപരമായ അവകാശങ്ങൾ നേടുന്നതിനും എന്തുകൊണ്ട് നീതിയുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് സർവ്വവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ബഹുമാന്യനായ സലാം സാഹിബിന്. നമ്മെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നമ്മെ അഭിസംബോധനം ചെയ്യുവാനുണ്ട്. നിരവധി രാഷ്ട്രീയ പ്രമുഖന്മാർ, PDPയുടെ KM ഇബ്രാഹിം സാഹിബ്, IS സക്കീർ ഹുസൈൻ സാഹിബ്, സാദിഖ് മുളിയടുക്ക, അബ്ദുറഹ്മാൻ കുത്തിക ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വേദിയിലുണ്ട്. അവര് സമയത്തിന്റെ പരിമിതി കാരണം ശേഷം നമ്മെ അഭിസംബോധനം ചെയ്യും. ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ജനാബ് ഫഖറുദ്ദീൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കും. ബഹുമാനനായ അധ്യക്ഷനവരുകളെ, വേദിയിൽ ഉപവിഷ്ടരായ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ നേതാക്കളെ, എന്റെ പ്രിയമുള്ള സഹോദരന്മാർ, ഈ വൈകിയ വേളയിൽ ഒരു സുദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അബ്ദുൽ നാസർ മഅദനിയുടെ ഏറ്റവും ആവശ്യമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ബാല്യകാലം മുഴുവനും ജയിലിലടച്ചുകൊണ്ട് കുറ്റം ചെയ്തിട്ടല്ല, വിചാരണ തടവുകാരനായി 9.5 വർഷക്കാലം കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ അദ്ദേഹത്തിന്റെ യൗവനകാലം തീർക്കുകയും അതിനുശേഷം കഴിഞ്ഞ ഗവൺമെന്റ് LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ
അദ്ദേഹത്തിന് ചികിത്സ നൽകുവാനും അദ്ദേഹത്തെ വിചാരണ ത്വരിതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കേസെടുക്കുവാനും അന്നത്തെ കേരള മുഖ്യമന്ത്രി സഖാവ് വി.എസ്. അച്യുതാനന്ദൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും കരുണാനിധിയെ സമീപിക്കുകയും അദ്ദേഹത്തിന് ചികിത്സ നൽകുകയും വിചാരണ ധൃതി പിടിച്ച് നടത്തുകയും ചെയ്തതിന്റെ ഫലമായി അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിടുകയാണുണ്ടായത്. അന്ന് അദ്ദേഹം മോചിതനായിക്കൊണ്ട് വന്നത് തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്തേക്കാണ്. അന്ന് LDF-ന്റെ നേതാക്കന്മാരും അതുപോലെ കേരളത്തിന്റെ നേരത്തെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള നിരവധി മന്ത്രിമാരെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാൻ ഒന്ന് സന്നിധരായി. ആ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഒരു കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് തീവ്രവാദിത്വം പ്രകടിപ്പിച്ചുകൊണ്ട് തടിയന്തയുടെ നസീർ എന്ന ഒരാള് അദ്ദേഹം മയത്തിലൂടെ പ്രേരണ പ്രകാരം ഞങ്ങൾ ചെയ്തു, ഈ സ്ഫോടനം ചെയ്തു എന്ന് കള്ള രേഖകളുണ്ടാക്കി ആ കാരണം കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും കർണാടക ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുകയാണുണ്ട്. 9.5 വർഷക്കാലം കോയമ്പത്തൂർ ജയിലിലും ഇപ്പോൾ 2.5 വർഷക്കാലം കർണാടകയിലെ അഗ്രഹാര ജയിലിലും അദ്ദേഹത്തിന്റെ ആ ആരോഗ്യവും ഓരോ ദിവസവും ഇഞ്ചിഞ്ചായിക്കൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ ലീഗ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ മയദിന്റെ മോചനത്തിന് വേണ്ടി മനുഷ്യച്ചങ്ങൽ തീർക്കുകയും അതുപോലെ ഈ കഴിഞ്ഞ മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാര് മനുഷ്യച്ചങ്ങലയും മനുഷ്യമതിലും തീർത്തുകൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ അന്ന് അണിനിരക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഓരോ പാർട്ടികളുടെയും കണ്ണു തുറക്കപ്പെട്ടതും മയത്തിലൂടെ മോചനത്തിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയും മുറവിളി കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കേരള നിയമസഭയിൽ UDF, LDF ഒറ്റക്കെട്ടായിക്കൊണ്ട് പ്രമേയം പാസാക്കിക്കൊണ്ട് മാത്രമല്ല കർണാടക മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ വിചാരണ എത്രയും പെട്ടെന്ന് ത്വരിതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം നൽകുകയും ചികിത്സ നൽകുകയും ചെയ്യുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് പ്രത്യേകിച്ചും കേരള മുഖ്യമന്ത്രി ഇടപെടണം എന്നാണ് കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പറഞ്ഞത്. മറ്റൊരു സംസ്ഥാനത്തിന് ഗവൺമെന്റിന് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട് എന്നാണ്. അതേ സ്ഥാനത്ത് AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കർണാടക മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടാറിന് നിവേദനം നൽകിക്കൊണ്ട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ചികിത്സ നൽകുവാനും അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം ഷട്ടാർ പറയുന്നത് അദ്ദേഹത്തിന് ചികിത്സ നൽകണമെങ്കിൽ അത് കോടതി പറയണമെന്നാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നതിന് കർണാടക ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ തടസ്സം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവനും സാമൂഹിക, സാംസ്കാരിക, മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് മനുഷ്യാവകാശത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളൂ. അതിനുവേണ്ടി ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പൂർണ്ണ സഹകരണം ഈ സമരത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ദിവംഗതനായ ബാൽ ഠാക്കറെ അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ട് വർഗീയ കലാപം നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊന്നടക്കിയ അദ്ദേഹത്തെ
ഒരു മണിക്കൂറിലെങ്കിലും ഭരണകൂടത്തിനോ മഹാരാഷ്ട്രയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജുഡീഷ്യറിക്കോ ഒരു മണിക്കൂർ അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കാത്ത ഭീരുത്വമുള്ള ഗവൺമെന്റും ജുഡീഷ്യറിയുമാണ് ഇന്ന് ഈ ഇന്ത്യ രാജ്യത്തും പല സംസ്ഥാനങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറ്റം ചെയ്യാതെ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി കാലാകാലങ്ങളിൽ മനുഷ്യാവകാശ ധ്വംസനം ചെയ്യുന്ന ഇത്തരം ഭരണകൂടത്തിനെതിരായി ഒറ്റക്കെട്ടായി ഇന്നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ശബ്ദിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ವೇದಿಕೆಯಲ್ಲಿ ಆಸೀನರಾಗಿರುವ ನಾಯಕರುಗಳು, ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನಾ ಸೆಷನ್ ನಮ್ಮ ವಿಮಾನ ಮಾರ್ಗವಾಗಿ ಮಂಗಳೂರಿಗೆ ತಲುಪಿ ಅಲ್ಲಿಂದ ಸ್ವಲ್ಪ ತಡವಾಗಿ ಬರುತ್ತಿರುವ ನಮ್ಮ ಅತಿಥಿಯವರನ್ನು ಕಾಯುತ್ತಾ ಇದ್ದೇವೆ. ಅಭಿ ಹಮಾರೆ ಖುಷಿ ಮೆಹಮಾನ್ ಮೌಲಾನಾ ಹಾಫಿಜ್ ಸಾದಿಕ್ ರಜ್ವಿ जो बॉम्बे से मौलाना अब्दुल नासिर मदनी को गलत इल्जाम लगा के रिहाई भी नहीं दिए, इसलिए उस्ताद की मोहब्बत में तशरीफ लाए, हम लोग उनके शुक्रिया फरमाए. अभी इनको बयान करने के लिए मैं मदहू कर रहा हूं. अस्सलामु अलैकुम व रहमतुल्लाहि व बरकातहू. तमाम हाज़रीन, चूंकि आप सबकी ज़बान मलयालम, कन्नड़ा, इसलिए उर्दू में समझना आपके लिए थोड़ा मुश्किल होगा, लेकिन मैं कोशिश करूंगा कि बहुत ही सादे अंदाज में आपके सामने कुछ बातें ऐसी पेश करूं जिसको आप बआसानी समझ सकें. हिंदुस्तान जो हमारा प्यारा मुल्क है, इस मुल्क में मुसलमानों की कई एक निशानी है. पूरी दुनिया के लोग हिंदुस्तान के ताजमहल को जानते हैं, लाल किला को जानते हैं. इंशाअल्लाह एक दिन आएगा कि पूरी दुनिया अब्दुल नासिर मदनी साहब को भी जानेगी. आप यकीन माने, सूरज की किरणों को अंधा झुटला सकता है, जिसके पास बीनाई है वो झुटला नहीं सकता. अब्दुल नासिर मदनी एक ऐसी शख्सियत है जो चमकते हुए सूरज के मानिंद है. एक अंधा ये कह सकता है कि यहाँ रोशनी नहीं है, लेकिन जिसकी निगाहों में बीनाई है वो कह सकता है कि अब्दुल नासिर मदनी की शख्सियत ऐसे रोशनी फैलाने वाली की है जो सिर्फ केरला में नहीं, इंशाअल्लाह अगले दिनों में पूरे हिंदुस्तान में रोशनी फैलाएगा. अब्दुल नासिर मदनी साहब की पार्टी से जुड़ने वाले, उनसे मोहब्बत करने वाले, तुम इस वक्त अपने प्यारे रहनुमा के लिए क्या दे सकते, जिसने 9 साल तमिलनाडु और 2.5 साल कर्नाटक में जेल में सिर्फ और सिर्फ कौम की मोहब्बत की खातिर, अगर चाहते तो कुछ भी कर सकते. उनकी जबान में रब तबारक व तआला ने वो बरकत अता फरमाई कि उनकी इबादत और रियाजत को देकर 18 लोगों ने इस्लाम कबूल किया. कलमे तय्यबा ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह उन्होंने